ഇവിടെ ശരിക്കും ബെൻസിനൊക്കെ പുല്ല് വില കേട്ടോ. ബെൻസൊക്കെ കൂളായിട്ട് ഇട്ടേക്കണം. അതിന്റെ വില കേട്ടാ ഞെട്ടിപ്പോവേ. 11 11 ഡീസലാ, ഡീസൽ ഫുൾ ഓടി LT ആണ്. LT അല്ലേ? മൈലേജിന്റെ രാജാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടി. 25 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും. 260 ഡീസൽ ഫിനാൻസും കൊടുക്കാം. 1.5 കിട്ടും അല്ലേ? 1.85. 1,85,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്ലീൻ ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, 1,10,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. അത് പുതിയ പേപ്പർ എടുത്തിട്ട് 50,000 ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 50 ഫിനാൻസും കിട്ടും. 80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2005 മോഡൽ വണ്ടി കൊടുക്കാം അല്ലേ? നല്ല മൈലേജ് നമ്മുടെ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിനാണ്, അത്രേ വരുള്ളൂ അല്ലേ? 1,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം. അറിയണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. 1,10,000 രൂപ. ഇതിന്റെയൊക്കെ ബോഡി ക്വാളിറ്റി, ഈ കിടക്കുന്ന 4 വണ്ടിന്റെ ബോഡി ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. 50 രൂപ ഫിനാൻസും കൊടുക്കാം. അതും കൊടുക്കാം. റെഡി ക്യാഷിന് കൊണ്ടുവരിക. 1,40,000 രൂപ കൊണ്ട് വന്നാൽ ഇതിറക്കി കൊണ്ടുപോകാം. ഒന്ന് മോഡിഫൈ ചെയ്ത് അടിപൊളിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിനായിട്ട് പറയേണ്ടത്. ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ഇയോൺ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇത് നോക്കിയോ, ഇത് മിസ് ചെയ്യേണ്ട. ഈ ഒരു ഷോറൂമിൽ ഏകദേശം ഒരു 150-ലധികം വണ്ടികളുണ്ട്. അതിലൊരു 100 വളരെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഒരുപാട് ചെറിയ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ എന്നുള്ളത് നമ്മുടെ KS കാർസിലാണ്. നമ്മുടെ മറ്റേ കോഴിക്കോട് ജില്ലയിലോ മലപ്പുറം ജില്ലേൻ്റെയൊക്കെ എന്ന് പറയാം. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ശരിക്കും KS കാർസ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഷോറൂം തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പോഴാണ് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കുന്നത്. ഇവരവിടെ വീട്ടിലുണ്ടായിരുന്ന സെയിലുണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. ഒരുപാടധികം ആൾക്കാർ നല്ല ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടികൾ വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യരുത്. വില കുറഞ്ഞ വണ്ടികൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു എപ്പിസോഡ് മിസ് ചെയ്യരുത്. ഇവിടുത്തെ ഒരു 2 എപ്പിസോഡായിട്ടായിരിക്കും വരിക. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഈ കിടക്കുന്ന ലോ ബഡ്ജറ്റ് കുറേ വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ചധികം സ്വിഫ്റ്റ്, റിച്ച്, അങ്ങനത്തെ കുറേ വണ്ടികൾ വേറെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കൂടി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോട്ടോ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തിയാൽ എല്ലാവർക്കും ഒരു ഉപകാരമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അവസരങ്ങൾ കളയേണ്ട, ചെറിയ പൈസയ്ക്ക് വണ്ടി എടുക്കാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും നമ്മുടെ KS കാർസിലെ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ ചാകര കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ മുസഫിറാണ് കൂടെയുള്ളത്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ശരിക്കും നിങ്ങളുടെ ഈ ഒരു പുതിയ ഷോറൂം ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ? നമ്മൾ ശരിക്കും ഇവിടെ വീട്ടിലായിരുന്നപ്പോഴായിരുന്നു ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നിലയിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ? ഒരുപാട് വണ്ടി ഔട്ടിങ് കുറേ ഉണ്ട്. അതായത് നല്ല രസമായിട്ട് തന്നെയായിട്ട് ഇവിടെ ഷോറൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്ര വണ്ടി ഉണ്ടാവും ഇവിടെ? ഇവിടെ സ്റ്റോക്ക് ആയിട്ട് 150 വണ്ടികളുണ്ടാവും. 150 വണ്ടി ഉണ്ട്. അതിനകത്തുള്ള ഇനി വരാനും ഉണ്ട്. അതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ 150 വണ്ടിയിൽ ഏകദേശം 100 വണ്ടിയും കംപ്ലീറ്റ്ലി ലോ ബഡ്ജറ്റ് വണ്ടികളാണ് അല്ലേ? മാക്സിമം ചെയ്യുന്ന മൊത്തം ലോ ബഡ്ജറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇനി കാണിച്ചില്ല എന്ന് ആരും പറയണ്ട. ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡും കൂടി വരും. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് വേറെയും കുറേ ലോ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അൾട്ടോ എന്നൊക്കെ തുടങ്ങിയാലോ? ലോ ബഡ്ജറ്റ് വണ്ടി ഏതാ മോഡൽ? ഇത് 2009 മോഡലാണ്. 9 റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. LXI ആണ്. LXI. പിന്നെ കിലോമീറ്റർ ഒക്കെ പറയണോ? മൂന്നാമത്തെ ഓണർഷിപ്പ് 1,11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആയിരിക്കും അല്ലേ? ആയിരിക്കാൻ ചാൻസ്. നമ്മൾ എല്ലാ വണ്ടിയും കിലോമീറ്റർ നമ്മൾ ജെനുവിറ്റി പറയുന്നത് പറയും. അതെ. അതായത് ഈ ലോ ബഡ്ജറ്റ് വണ്ടികളാകുമ്പോൾ അത് മാത്രമല്ല പഴയ മോഡലും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതൊക്കെ കിലോമീറ്റർ ഒക്കെ എത്രത്തോളം ജെനുവിൻ ആണെന്ന് വണ്ടിന്റെ എഞ്ചിൻ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുത്തോളൂ. മെക്കാനിക്കിനെ കൊണ്ടുവന്ന് മാക്സിമം ചെക്ക് ചെയ്യുക. അത് പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലും ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗ്യാരണ്ടി വാറണ്ടി ഒന്നുമില്ല. ഇറങ്ങുന്നതിന് മുമ്പ് മാക്സിമം ചെക്ക് ചെയ്തോളുക, എന്നിട്ട് മാത്രം എടുക്കുക അല്ലേ? അത് എല്ലായിടത്തും നിങ്ങൾ എവിടെ പോയാലും അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. 2009 വണ്ടിയാന്ന് പറഞ്ഞു. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒന്നും മാറിയിട്ടില്ല. 29 വരെ പേപ്പർ ഫിറ്റ് ആക്കി നമുക്ക് കൊടുക്കാം. ഇപ്പൊ പേപ്പർ ഓൾറെഡി ജൂലൈ വരെ പേപ്പർ ഇതിനുണ്ട്. നമുക്ക് അങ്ങനെ കൊടുക്കണം, അങ്ങനെ കൊടുക്കാം. അതല്ല പേപ്പർ എടുത്ത് കൊടുക്കണമെങ്കിൽ പേപ്പർ എടുത്ത് 29 വരെയുള്ള പേപ്പർ എടുത്ത് കൊടുക്കും. പിന്നെ ഒരു അലോവിയിൽ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ കുറച്ച് കുറവാണ്, എന്നിരുന്നാലും ഉണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമ്മൾ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ 1.10 ചെയ്ത് കൊടുക്കാം. ഞാൻ അതല്ല ഇനി പേപ്പർ എടുക്കാനുള്ള പൈസ നമുക്ക് കുറച്ച് അങ്ങനെ 1.10. ഓക്കെ, 1,10,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. അത് പുതിയ പേപ്പർ എടുത്തിട്ട് 50,000 ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 50 ഫിനാൻസും കിട്ടും 9 വണ്ടിക്ക്. ശ്രീരാമന് ചെയ്ത് കൊടുക്കാം. ശ്രീരാമ സേട്ടു അല്ലല്ലോ? സേട്ടുവിന് അടുപ്പിക്കാതിരിക്കും ഏറ്റവും നല്ല കിട്ടും. ശ്രീരാമിൽ തന്നെ ചെയ്യാം. അപ്പോൾ വലിയൊരു പലിശയൊന്നും നിങ്ങൾക്ക് വരില്ല. പിന്നെ വേറെ ഒരു അപകടയില്ല. ക്ലീൻ വണ്ടി 1.10 എല്ലാം വർക്കിംഗ് ആണ്. എസിയും പവർ ഷെയറിംഗ് ഉണ്ടാവും. 1.10 നമുക്ക് ഇവിടെ പുതിയ പേപ്പറിൽ രജിസ്റ്റർ ചെയ്യും. പുതിയ പേപ്പർ 5 പേപ്പർ ഫിറ്റ് ആക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ പേപ്പർ എടുക്കാനുള്ള പൈസ നിങ്ങൾക്ക് പേപ്പർ ഇതിനുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ കേട്ടൻ ആണല്ലോ. കേട്ടൻ ഏതാ? ഇത് 2012 മോഡൽ ലാസ്റ്റ് വണ്ടിയാണ്. 12 ലാസ്റ്റ് VXI. AC പവർ സ്റ്റീറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അല്ലേ? ഇതിലും മോശമൊന്നുമില്ല കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു 50% അടുത്തുണ്ട്. കൊണ്ടുപോയി പെട്ടെന്ന് മാറണ്ട, എന്നാലും മാറണം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. പിന്നെ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 73 ജെനുവിൻ ആയിരിക്കും അല്ലേ? ഏകദേശം നല്ല വർക്കിംഗ് ആണ്. അതെ.
പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്രോൾ വണ്ടിയാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും വലിയ കംപ്ലയിൻസ് ഒന്നും വരാനില്ല. വന്നാൽ തന്നെ ചില്ലറ പൈസയ്ക്ക് നമുക്ക് തീർക്കുകയും ചെയ്യാം. പിന്നെ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല സീറ്റ് കവറൊക്കെയുള്ള AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വണ്ടി. പ്രൈസ് എത്ര വരും? ഇതിനിവിടെ ആസ്ക് ചെയ്യുന്നത് 1,90,000 ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. 1,90,000 ആസ്കിംഗ് പ്രൈസ് ആണ്. 2012 മോഡൽ. 12. പിന്നെ ലോൺ കയറുമോ? ലോൺ ഇതിൽ നമുക്കൊരു 1,40 വരെയൊക്കെ ലോൺ ചെയ്യും. 1,40 ലോണും കയറും. അപ്പോൾ പിന്നെ ഒരു 50,000 രൂപ മതി അല്ലേ? 50,000 രൂപേൻ്റെ ഉള്ളിൽ മതി കേട്ടോ. നെഗോഷ്യബിൾ ആണ്. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്തായാലും കേട്ടൻ വേണ്ടവർ കേട്ടൻ നോക്കിക്കോ. ഇനി ഒരു സാൻഡ്രോ ഏതാ മോഡൽ? സിംഗ് ആണ്. ഇത് 2005 മോഡൽ സാൻഡ്രോ സിംഗ്. 2005 മോഡൽ സാൻഡ്രോ സിംഗ്. 25 ഓഗസ്റ്റ് വരെ പേപ്പേഴ്സ് ഉണ്ട്. 25 വരെ ഉണ്ട് അല്ലേ? ഇത് അത്യാവശ്യം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിന്യൂവലൊക്കെ എടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും അല്ലേ? പിന്നെ ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും ഏകദേശം ഒരു 80% മേലെ ടയർ ഉണ്ട്. നല്ല ഇൻറ്റീരിയറാണ്, കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? അതെ. പിന്നെ കാര്യമായ വേറെ തട്ടുമുട്ടോ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പേപ്പർ എടുക്കാനൊക്കെ വേണ്ടി വൃത്തിയാക്കിയ വണ്ടിയാണ്. ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? 80 രൂപ ചോദിക്കണ്ടേ, നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. 80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2005 മോഡൽ വണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതിലൊക്കെ പിന്നെ ലോൺ കിട്ടലൊക്കെ സാധ്യത കുറവാണ്. കാരണം അത്രയും ലോ ബഡ്ജറ്റ് ആണല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ലോൺ തരാനാണ് എല്ലാവരും ചോദിക്കുക. അപ്പോൾ എന്തായാലും 80,000 രൂപയ്ക്ക് ഒരു സാൻഡ്രോ സിംഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട്. ഇതാണെങ്കിലോ? ഇത് 2007 ആണ്, സെക്കൻഡ് ഓണർ വണ്ടി. ഇതിപ്പോൾ 27 പേപ്പർ എടുത്ത വണ്ടിയാണ്. 27 വരെ അല്ലേ? ഓക്കെ. 2027 വരെ ഇപ്പോൾ നിലവിൽ പേപ്പറുണ്ട്. പെട്രോളാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ ഉണ്ട് അല്ലേ? പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? 90 രൂപ ചോദിക്കുന്നുണ്ട്. മാറ്റം വരുത്തി കൊടുക്കാം. 2007 വണ്ടി, പേപ്പറുള്ള വണ്ടി 90 രൂപ. ഇതിലും ടയർ ഫ്രണ്ടിൽ കുറവാണെങ്കിലും ബാക്കിൽ ഫുൾ ടയറാണ്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല അല്ലേ? അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന കണ്ടീഷനിൽ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഈ എഞ്ചിനൊക്കെ കണ്ടീഷനാണോ ബ്രോ? നല്ല വർക്കിംഗ്, പെട്രോൾ എഞ്ചിൻ നല്ല വർക്കിംഗ് അല്ലേ? ഓക്കെ. അതെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. മാക്സിമം ചെക്ക് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. കാര്യമായ ഗ്യാരണ്ടി വാറണ്ടി ഒന്നും കിട്ടൂല. ഇത് നമുക്ക് പിന്നെ വേറെ ലോണൊന്നും കിട്ടൂല. ഇതിലും 90 രൂപയ്ക്ക് 2007 വണ്ടി എടുക്കാം. ഇനി ഇൻഡിക്ക വിസ്റ്റ പൊളി സാധനമാണല്ലേ? കോട്ടറേജറ്റാ? ന്യൂ മോഡലാണോ? ന്യൂ മോഡൽ. അതെ. ഇത് മോഡൽ ഏതാ? ഇത് 2012-13 വണ്ടിയാണ്. 12 മോഡൽ, 13 രജിസ്ട്രേഷൻ. ഇത് ഓട്ടോക്ക് എത്രയാ? ഇത് ഓട്ടോ 83,000 ഓട്ടം, സെക്കൻഡ് ഓണർഷിപ്പ്. 83,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് ശരിക്കും ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ബേസ് മോഡൽ LS ആണ് അല്ലേ? പവർ വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. ഈ മെയിൻ ഗ്ലാസ്സിൽ ഒരു പൊട്ടുണ്ടല്ലോ, നമുക്ക് മാറ്റി കൊടുക്കാം. മെയിൻ ഗ്ലാസ് മാറ്റി കൊടുക്കാം. പിന്നെ റീപ്ലേസ് ആണോ ആക്സിഡന്റ് ആണോ ചോദ്യം വരും. പാർട്ടിക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതായത് ഒറിജിനൽ ഗ്ലാസ് ആണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. അത് ഇവർ മാറ്റാത്തതിന്റെ കാരണം പിന്നെ കാര്യമായി ഇടിയാന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ്. ചോദ്യം വരും. പാർട്ടിക്ക് ലൈവിൽ കാണാം. അതെ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി തരും കേട്ടോ. മാറ്റിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. ഒന്നെങ്കിൽ മാറ്റി കൊടുക്കൽ. ഡീസൽ അല്ലേ ഇത്? കോട്ടറജറ്റ്. നല്ല മൈലേജ് നമ്മുടെ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിനാണ്. അതേ മെയിൻ്റെനൻസ് വരുള്ളൂ. അത്രേ വരുള്ളൂ അല്ലേ? ഞാനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഓൾ കേരള ട്രിപ്പ് അടിക്കുന്ന സാധനമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും യാത്രാ സുഖവും പിന്നെ എന്താ അടിപൊളി സാധനം. മെയിൻ്റെനൻസും ഇല്ല, ഏത് ചവർ കണ്ടീഷനിലും ഉപയോഗിക്കുകയും ചെയ്യാം. ഇതെന്താ വില വരുന്നത്? ചോദിക്കുന്നത് 1,40,000. 1,40,000 നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. 1,40,000 രൂപയ്ക്ക് 12 മോഡൽ 13 രജിസ്ട്രേഷൻ വണ്ടി കിട്ടും. ഒരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് ജന്മത്ത് കിട്ടൂല, അത് മാത്രമേ കിട്ടുള്ളൂ. എഞ്ചിൻ സെയിം ആണ്. ഇനി ഇതാണെങ്കിലോ? ഇത് 2010 മോഡൽ വണ്ടിയാണ്. 10. ഇത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നല്ലോണം ഒന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? കാര്യങ്ങളൊന്നും കയറിയില്ല, ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഇത് 2 ഡോർ പവറിന്റെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഇത് ശരിക്കും കോട്ടറേജറ്റ് അല്ല അല്ലേ? കോട്ടറേജറ്റ് തന്നെയാ? ഓക്കെ. ഡീസലാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം. മൈലേജ് കാര്യങ്ങളൊക്കെ സ്വിഫ്റ്റിന്റെ സെയിം കിട്ടും. പിന്നെ ഇത് ഓട്ടോ ഒക്കെ പറയണോ? ഇതിന് കിലോമീറ്റർ 1,06,000 ഓടിയിട്ടുണ്ട്. 1,6. രണ്ടാമത്തെ ഏകദേശം ജെനുവിൻ ആയിരിക്കുമോ? ഉറപ്പ് പറയാൻ പറ്റില്ല. അതെ. കാരണം ഈ ഡീസൽ വണ്ടി ആകുമ്പോൾ ഞാനും അതിനകത്ത് വലിയൊരു ഉറപ്പൊന്നും പറയില്ല. കാരണം അത് കൂടുതൽ ഓടാനാണ് സാധ്യത. എടുക്കുന്നവരൊക്കെ ഉദ്ദേശം മെയിൻ്റെനൻസ് കുറവ്, മാക്സിമം ഓടണം എന്നുള്ള ഉദ്ദേശം. അതെ. അതിന് പറ്റിയ സാധനം. ഓക്കെ. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. നല്ല റെഡ് കളറിലുള്ള ഒരു കോട്ടറേജറ്റ് ഡീസൽ വണ്ടി. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് 1,10. 1,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം. അറിയണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് പ്രൈസുകളെല്ലാം നെഗോഷ്യബിൾ ആണ്. ഇതെല്ലാം ആസ്കിംഗ് പ്രൈസ് ആണ്. നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. 10 മോഡൽ വണ്ടി 1,10,000 രൂപ. അതുപോലെ തന്നെ ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഫിനാൻസ് ഒന്നും നമ്മൾ പിന്നെ പറയണ്ട. ടാറ്റയ്ക്ക് എന്തായാലും കിട്ടൂല. ടാറ്റ, ഫിയറ്റ് അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും കിട്ടൂല. എടുത്തോട്ടോ. റെഡി. ഇനി ഈ വെള്ള ഇൻഡിക്കയാണെങ്കിലോ? ഇത് 2011 മോഡൽ അവറാണ്. 11 മോഡൽ അവർ. അത് മാത്രമല്ല ഇത് ABS വരുന്ന മോഡലാണ് അല്ലേ? ഓക്കെ. ഈ ABS ഉള്ളെങ്കിൽ ഭയങ്കര വലിയൊരു ഗുണം തന്നെയാണ് കേട്ടോ. അത് ABS ഇല്ലാത്ത വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ കഷ്ടപ്പാട്. ഇതിനും ഗ്ലാസ്സിന് ചെറിയൊരു പൊട്ടുണ്ട്.
ഒറിജിനൽ ഗ്ലാസ് ആണ് കേട്ടോ. ഔറ എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ വിൻഡോ ഒക്കെ വരില്ലേ ബ്രോ? നല്ല ഒരു വിൻഡോ ഉണ്ടാവും, സെൻട്രൽ ലോക്ക് ഉണ്ടാവും, ഉണ്ടാവും. സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. വേറെ എന്തൊക്കെയാ? സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടാവുന്നുണ്ട്, കൺട്രോളൊക്കെ വരും അല്ലേ? ഇത് ഓടിയത് എത്രയാ? ഓട്ടം 1:25 ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ എല്ലാം നമ്മളെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് അയച്ചാൽ കാറ്റലോഗ് കിട്ടും കേട്ടോ. കാറ്റലോഗ് ഉണ്ട് അല്ലേ? അതിൽ മൊത്തം വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് ഇവരുടെ വാട്സപ്പിൽ കാറ്റലോഗ് മേടിച്ചോ. പിന്നെ നമ്മൾ കാണിച്ചതിൻ്റെ ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്ന് ഓടിച്ച് കാണിച്ചു പോകണം, എല്ലാം കൂടി കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ കാറ്റലോഗ് എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് പക്ക സാധനങ്ങൾ, കിലോമീറ്റർ ഓണർഷിപ്പ്, ലോണിൻ്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, ആ നമ്പർ എന്തായാലും ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ വീഡിയോയുടെ മേൽഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ വാട്സപ്പിൽ ചെക്ക് ചെയ്താൽ മതി. ഇതിന് നമുക്ക് എന്താ വില? ഇത് 1.10 1.10, അതായത് 2011 വണ്ടി, ഏറ്റവും ടോപ്പ് വണ്ടി. ഓക്കെ, 1,10,000 രൂപയ്ക്ക് അതും കൊണ്ടുപോകാം, ലോണൊന്നും കിട്ടില്ല. ഇനി ഈ ഫിഗോ ആണെങ്കിലോ? ഫിഗോ 2010 മോഡൽ തന്നെയാണ്. 10 ഫിഗോ ഡീസലാ? ഡീസൽ. ഓക്കെ, എത്ര ഓട്ടോ കയ്യിൽ കാണിക്കുന്നത്? 1.42. 1.42 ഓണർഷിപ്പ്. അതെ, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ, കാര്യമായ പ്രശ്നമൊന്നുമില്ല. ഓടിക്കാനൊക്കെ അടിപൊളിയാട്ടോ. ഓടിക്കാനും കുഴപ്പമൊന്നുമില്ല അല്ലേ? AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, സെൻട്രലൊക്കെ റിമോട്ട് എല്ലാം ഉണ്ട്, വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഉണ്ട്, അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ തന്നെ വേണം. നേരത്തെ ഉള്ളതോ? അതായത് AC പോർഷൻ 2 ഡോർ വിൻഡോ അല്ലേ വരുള്ളൂ? ഓക്കെ, കാര്യമായ വിഷയങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി. എൻജിൻ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ടർബോയും ഇഞ്ചക്ടറുമാണ്. അത് രണ്ടും പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല, അടിയൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾ നോക്കുമ്പോൾ അതാണ് മെയിനായിട്ട് നോക്കിയെടുക്കേണ്ടത്. മെയിൻ ഗ്ലാസോ കാര്യങ്ങൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? മാറിയതാണ് അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 1.10, അതായത് 2010 മോഡൽ അല്ലേ? ഓക്കെ, 10 മോഡൽ ഫിഗോ 1,10,000 രൂപ. ഇതിൻ്റെയൊക്കെ ബോഡി ക്വാളിറ്റി, ഈ കിടക്കുന്ന 4 വണ്ടീൻ്റെ ബോഡി ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. 50 രൂപ ഫിനാൻസും കൊടുക്കാം, അതും കൊടുക്കാം. അടിപൊളി. ഓക്കെ, അപ്പോൾ ഒരു 60,000 രൂപ കൊണ്ടുവന്ന് അത് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ. ഇനി മെയിൻ സാധനം, അതായത് ഇപ്പോൾ ഈ കണ്ട വണ്ടികൾക്കൊക്കെ എഞ്ചിൻ സപ്ലൈ ചെയ്ത ടീമാണ്. ഫസ്റ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നത്. അതെ, ഫിയറ്റ് ആണ്. ഈ ഫിയറ്റിൻ്റെ ആണ് കോട്ടറാജറ്റ് എഞ്ചിൻ ശരിക്കും. സ്വിഫ്റ്റ്, ഈ പറഞ്ഞ ഒരുവിധം എല്ലാവർക്കും കൊടുത്തത് ഇവരാണ്. ഇപ്പം എന്തായാലും ആ ഒരു അഹങ്കാരം അതിൻ്റെ മുഖത്തുണ്ട്. ഏതാ മോഡല്? 2012 മോഡലാണ്. 12 12 ഡീസലാ? ഡീസൽ. ഇതും കോട്ടറാജറ്റ് എഞ്ചിൻ തന്നെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇമോഷണൽ അല്ലേ? 4 ഡോർ വിൻഡോ വരുമോ? വിൻഡോ 2 ഡോർ ഉണ്ടാവുള്ളൂ. അതായത് AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ വിൻഡോ വരും, അതുപോലെ തന്നെ അലോയ് വീൽസ് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. ഈ റൂഫ് ബ്ലാക്ക് ചെയ്തായിരിക്കും അല്ലേ? അന്നൊന്നും എന്തായാലും ഡബിൾ കളറൊന്നും വരുന്നില്ല. പിന്നെ നല്ല ഇൻറ്റീരിയർ ആട്ടോ, കമ്പനി വന്ന സീറ്റാണ്, അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരെ ഇലക്ട്രിക്കലി വരും, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇവിടെ ആസ്ക് ചെയ്യുന്നത് 1,40,000 ആണ്. 1.40, 2012 മോഡൽ അല്ലേ? അപ്പോൾ അത്യാവശ്യം 2 വർഷം മോഡലും കയറി കിട്ടി. നിങ്ങൾക്കപ്പം 27 വരെയൊക്കെ പേപ്പറും ഉണ്ടാവും, അതാണ് ഗുണം. പിന്നെ അപാകതകളൊന്നും ഇല്ലല്ലോ, എഞ്ചിനൊക്കെ പക്കയല്ലേ? അത് നമുക്ക് പറയേണ്ട കാര്യമില്ല, കാരണം ഇൻഡിക്ക, അതേപോലെ തന്നെ ഫോർഡ്, ഫിയറ്റിനൊന്നും നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ കാര്യം ചിന്തിക്കുക വേണ്ട. റെഡി ക്യാഷിന് കൊണ്ടുവരിക, 1,40,000 രൂപ കൊണ്ട് വന്നാൽ ഇതിറക്കി കൊണ്ടുപോകാം. ഒന്ന് മോഡിഫൈ ചെയ്ത അടിപൊളിയാണ്. ഇതാണെങ്കിലോ? 2012 മോഡലാണ്. 12 ഇയോൺ മാഗ്ന അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, പിന്നെ നല്ല സീറ്റ് കവർ, മിറർ ഉണ്ടാവും. ബോഡി കളർ മിററും വരും അല്ലേ? അതെ, മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളും എല്ലാം മോശമില്ലാണ്ട് അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല, ഒരു 60% ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞു, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സാധനങ്ങളൊക്കെ വരും. ഇത് ഓട്ടം എത്രയാണ്? ഇത് ഓട്ടം 1,02,000. 1.2 സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഇതിന് നമുക്ക് ലോൺ കയറണ്ടാണല്ലോ. ഇതിന്മേൽ നമുക്ക് ഒരു 1,20, 1,30 രൂപ. വണ്ടിക്ക് വില എത്രയാണ്? 1,65. 1,65,000 രൂപയാണ് വണ്ടിക്ക് വില വയ്ക്കുന്നത്. 1,20 to 1,30 നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് പക്കയാണെങ്കിൽ ചെയ്തു തരും. ഏകദേശം ഒരു 35,000 രൂപ കൊണ്ട് വന്നാൽ ഇതും കൊണ്ടുപോകാം അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിനായിട്ട് പറയേണ്ടത്. ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ഇയോൺ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇത് നോക്കിക്കോ, ഇത് മിസ് ചെയ്യണ്ട. ഐട്ടൺ ആണെങ്കിലോ? ഇത് 2011 മോഡൽ ഐട്ടൺ ആണ്. 11 ഓക്കെ, 11 മോഡൽ ഐട്ടൺ. ഓടിയതൊക്കെ ഓട്ടം ഇത് 1.5 ഓടിയിട്ടുണ്ട് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ സാധനങ്ങളും വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി അല്ല കേട്ടോ വരിക, സാധാ വരും. എറയാണ് അല്ലേ? ബേസ് ആണ്. അത്യാവശ്യം പെട്രോളിൽ മൈലേജ് ഒക്കെ കിട്ടൂലേ ഇതിന്? 16 കിലോമീറ്റർ, 15-16, അതായത് 12 മുതൽ 16 ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. 1 ലിറ്റർ ആണ്. അതെ, മോശമില്ലാത്ത പവറും ഉണ്ടാവും. അതായത് ഹുണ്ടായിൻ്റെ ഒരു വണ്ടി വേണം, നല്ല ബോഡി ക്വാളിറ്റി വേണം, എന്താ പറയുക, ക്വാളിറ്റി ഉള്ളൊരു വണ്ടി എടുത്ത് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് പ്രിഫർ ചെയ്യാം അല്ലേ? ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി, പിന്നെ സുഖമായിട്ട് കൊണ്ടു നടക്കാം. നല്ല സീറ്റ് കവറും ഉണ്ട് കേട്ടോ. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? 1,02,000. 1,02,000 അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 1,65. 1,65,000. സെയിം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഇയോണിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം. ഇതിൻ്റെ മോഡൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്?
2011 മോഡൽ അല്ലേ? ഓക്കെ, അതൊന്നും മിസ് ചെയ്യണ്ട കേട്ടോ, ഒന്ന് നോക്കി വെച്ചോ. ഇനി ഇതാണെങ്കിലോ? 2012 12. സെക്കൻഡ് ഓണർഷിപ്പ്, 145 ഓട്ടം. റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ സീറ്റ് കവർ നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് ഇറ തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ക്ലീൻ വണ്ടിയാണോ? ബോഡി വൈസ് ആണെങ്കിലും കാര്യമായ AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല കൂളിംഗ് ഒക്കെ ഉണ്ടോ? നല്ല കൂളിംഗ് ആണ്. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് AC ഒക്കെ കുറച്ച് ഗ്യാസ് ഒക്കെ അടിച്ച് ഒന്ന് കൂളിംഗ് ആക്കി തരും അല്ലേ? ഓൾറെഡി ഉണ്ടല്ലേ? ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന കൊള്ളാവുന്നൊരു വണ്ടി. എന്താ വില? 175. മോഡൽ ഒന്ന് മാറിയപ്പോൾ വില ഒന്ന് കൂടി. 10 രൂപ. അതെ, 10 രൂപേൻ്റെ മാറ്റം. അത് നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരും. ഈ പറഞ്ഞ എല്ലാ വണ്ടികളും നെഗോഷ്യബിൾ ആണ്. ലോ ബഡ്ജറ്റിൽ നെഗോഷ്യബിൾ വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ? നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കണം കേട്ടോ. ഉറപ്പായിട്ടും കൊടുക്കണേ. ഇവിടെ ശരിക്കും ബെൻസിനൊക്കെ പുല്ല് വില കേട്ടോ. ബെൻസൊക്കെ കൂളായിട്ട് ഇട്ടേക്കണം. അതിൻ്റെ വില കേട്ടാൽ ഞെട്ടിപ്പോവേ. അതായത് അത്രയും ക്വാളിറ്റി ഉള്ളൊരു വണ്ടി അല്ലേ? കാണാൻ പുറമേ നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്. അതൊരു ഷേപ്പൊക്കെ ന്യൂ ഷേപ്പ് വരുന്ന മോഡൽ വണ്ടി അല്ലേ? ഒന്നും ചെയ്യാനുമില്ല. എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ. ഏറ്റവും ടോപ്പ് വണ്ടി. അലോയ് വീൽസും കാര്യങ്ങളുണ്ട്, സൺറൂഫ് ഉണ്ട്. ഇത് ഏതാ മോഡൽ ശരിക്കും? 2008 മോഡൽ C ക്ലാസ് ആണ്, C220. 8 മോഡൽ C220. 2028 വരെയുള്ള പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഡീസലാണ്. ബെൻസിൽ കുറച്ച് മെയിൻ്റെനൻസ് കുറവുള്ള മൈലേജ് കൂടിയ വണ്ടിയാണ്. ഓക്കെ, ഇതിന് ശരിക്കും പിന്നെ എന്ത് മൈലേജ് ഒക്കെ കിട്ടും? ഇതിനൊരു 16-17 മൈലേജ് എന്തായാലും കിട്ടും അല്ലേ? പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കും കൂടിയാണ്. ഓട്ടോമാറ്റിക്, സൺറൂഫ് കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് സാധനം വരും. അതിന്റെ ഇന്റീരിയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ആണ് കേട്ടോ. എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി വരും. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള വണ്ടി നിങ്ങൾക്ക് നല്ലൊരു സ്വിഫ്റ്റിന്റെ പൈസക്ക് തരാം. സ്വിഫ്റ്റിനേക്കാൾ കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇത് ശരിക്കും 2008 പിന്നെ ഓട്ടോ എത്രയുണ്ട്? ന്യൂ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യണ വണ്ടി കേട്ടോ. ഓട്ടോ എത്രയുണ്ട്? ഇത് 1,54,000 1,54,000 ജെനുവിൻ ആയിരിക്കും ഏകദേശം. ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ, അതായത് വണ്ടി വില കുറച്ച് കിട്ടും. വളരെ ശ്രദ്ധിച്ചെടുക്കുക. മെയിൻ്റെനൻസ് അത്യാവശ്യം പൈസ വരും. അല്ല, എന്നാലും നമുക്ക് നോർമലി ഉള്ള ഒരു അതെ, അതുകൊണ്ട് ആ ഒരു മെയിൻ്റെനൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. കുറവുള്ള വണ്ടി. അതെ അതെ അതെ. അത് ഈ തിട്ടമേലേക്ക് ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ. നമുക്കൊന്നും അറിയാത്ത ഒരുപാട് സാധനങ്ങൾ വരെ ഉണ്ട്. എന്തായാലും 2008 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ C ക്ലാസ് നമ്പർ ആയ വണ്ടിയാണ്. റീ ആണല്ലേ? ഓക്കെ ഉണ്ട്. ഇതിന് നമുക്ക് എന്താ വില വരുന്നത്? ഇവിടെ ആസ്ക് ചെയ്യുന്നത് 4,50,000 ആണ്. 4.5 ലക്ഷം രൂപ കൊടുക്കും. മാക്സിമം നമുക്ക് റേറ്റ് മാക്സിമം കുറയ്ക്കുകയും ചെയ്യാം. അടിപൊളി. 4,50,000 രൂപയ്ക്ക് 2008 മോഡൽ C ക്ലാസ് ബെൻസ് വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതും ഈ ക്വാളിറ്റി ഉള്ളത്, ഇത്രയും വൃത്തിയുള്ളത്. ഇതിൻ്റെ കീ ഒക്കെ ആണെങ്കിൽ ഇപ്പോഴും എന്തൊരു ക്ലീനാണെന്നറിയാം. അത്രയും നല്ല വൃത്തിക്ക് തന്നെ 3 ചാവി ഉണ്ട് അല്ലേ? ഓക്കെ, ഇതൊക്കെ അത്രയ്ക്കും വൃത്തിക്ക് തന്നെ എപ്പോഴും നിൽക്കുന്നത്. അതെ അതെ അതെ. അത് മെയിനായിട്ട് പറയേണ്ടത് വൃത്തി തന്നെയാണ് കേട്ടോ. വണ്ടിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ബ്രോ? ഒന്നുമില്ല. അപ്പം എന്തായാലും 4.5 ലക്ഷം രൂപയ്ക്ക് ഒരു വളരെ വളരെ ലോ ബഡ്ജറ്റ് ബെൻസ് അല്ലേ? ആർക്കെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോട്ടെ. ഇതൊന്നും കളയരുത്. ഇതൊക്കെ അത്രയും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ഇനി ബീറ്റ് ചെയ്താൽ പ്രോ മോഡൽ? ബീറ്റ് 2011 മോഡലാണ്. 11 ഡീസലാ? ഡീസൽ ഫുൾ ലോഡ് LT അല്ലേ? ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക്, എല്ലാ സാധനവും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും. ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ടാവും, റിയർ വൈപ്പർ. ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട് അല്ലേ? അടിപൊളി. പിന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. എക്സ്ട്രാ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് ഒക്കെ നല്ല, എന്താ പറയുക, ഒന്ന് പെയിന്റ് അടിച്ചാൽ നല്ല വൃത്തിയാവും. ബാക്കിൽ നല്ല 90% ടയറും, ഫ്രണ്ടിൽ കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡീസലിൽ മൈലേജ് ഉണ്ടാവും, പക്ഷെ നോക്കി എടുക്കുക. ഇഞ്ചക്ടർ എഞ്ചിനാണ്. കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തു വെക്കലുള്ളൂ. മെക്കാനിക് മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിനിപ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ക്ലീൻ ആണ്, ഫിറ്റ് ആണ്, എല്ലാ വർക്കിംഗ് ആണ്. ഇഞ്ചക്ടറിന്റെ അടിയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. വീണ്ടും 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 പറയുന്നു, ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. എന്താ പ്രൈസ്? ഇവിടെ ആസ്ക് ചെയ്യുന്നത് 1,30,000 ആണ്. മാറ്റം വരുത്തി കുറച്ച് കൊടുക്കുക അല്ലേ? ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. 1,30,000 രൂപ നെഗോഷ്യബിൾ ആണ്. ഈ പറഞ്ഞ എല്ലാ വണ്ടികളും നെഗോഷ്യബിൾ ആണ്. മൈലേജിൻ്റെ രാജാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടി. 25 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും. നിസാൻ്റെ മൈക്രയാണ്, പഴയ ഷേപ്പാണ്. പക്ഷേ ഇതിൻ്റെ കളർ ഒരു രക്ഷയിൽ. ഇത് സെപ്പറേറ്റ് അടിച്ചാന്ന് തോന്നുന്നു അല്ലേ? കമ്പനി കളർ തന്നെയാണ്. ഇത്രയും വൃത്തിക്ക് ഇപ്പോഴും നിൽക്കുന്നത്. മോഡൽ ഏതാ? 2011 മോഡലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ കേട്ടോ. കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടി കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള മേജർ പ്രശ്നങ്ങളോ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല കേട്ടോ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം 1,40,000 ഓടിയിട്ടുണ്ട്. 1,40. പക്ഷെ അത് ഈ പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിസാന്റെ വണ്ടിക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല അല്ലേ? മെയിൻ്റെനൻസും ഇല്ല. അതെ അതെ അതെ. മെയിനായിട്ട് പറയേണ്ടത് ഇതിന്റെ മൈലേജ് ആണ്. അത് മാത്രം മതി. ഇപ്പോഴത്തെ കണ്ടീഷൻ ഹൈവേയിൽ നിങ്ങൾക്ക് ഒരു 25+ഉം ട്രാഫിക്കിൽ നിങ്ങൾക്ക് ഒരു 20 കിട്ടും ഗ്യാരണ്ടി. കാരണം ഞാൻ ഈ സംഭവം നമ്മൾ ഈ സെയിം സാധനം ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അത് മാത്രമല്ല, പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല സീറ്റ് കവർ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അലോയ് വീല്, അതുപോലെ തന്നെ കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്. ഇത്ര സാധനം വരും അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്.
പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC വരും, അത് പറയാൻ മറന്നുപോയി. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇതോടെ ആസ്കിന് 2,40,000 നമുക്ക് ഒരു 1.5 വരെ ഫിനാൻസ് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ 2,40,000 രൂപ, 1.5 ലക്ഷം രൂപ ഫിനാൻസ്, 90,000 രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. നല്ലൊരു ഗ്രേ കളർ റിറ്റ്സും കൂടി കാണിച്ചു തരാം. ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത എപ്പിസോഡിൽ വരും, മറക്കാണ്ട് കാണണം. ഇനി ഇതിപ്പോൾ ഏതാ മോഡൽ? രണ്ടും ഒരേ മോഡലാണ് കേട്ടോ, രണ്ടും സെയിം റേറ്റ് തന്നെയാണ്. സെയിം റേറ്റ്, അതായത് ഇവിടെ ഈ വെള്ളയും ഈ ഗ്രേയും ഒരേ മോഡലാണ്. മോഡൽ ഏതാ? 2014 മോഡൽ. പെട്രോളാ? അല്ല, ഡീസൽ. രണ്ടും ഡീസലാണ്, മിഡിൽ ഓപ്ഷനാണ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ രണ്ടിലും? ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടറേറ്റ് എഞ്ചിൻ വരുന്ന മറ്റൊരു വണ്ടി, ഏകദേശം ഒരു 20 മൈലേജും കിട്ടും. കാര്യമായ എന്താ പറയുക, മെയിൻ്റനൻസ് കുറവാണ്, എല്ലാം കൊണ്ടും നല്ലൊരു ഉപകാരമുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ രണ്ടിൻ്റെ ഏകദേശം നല്ല ക്ലീനാണ്. ഒന്നിൻ്റെ ഞാൻ കാണിച്ചു തരാം, എല്ലാത്തിൻ്റെയും കൂടി കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ അന്നത്തെ വന്നാന്ന് തോന്നുന്നല്ലോ. ഈ ഡാഷ് ബോർഡിലൊരു എക്സ്ട്രാ കളറൊക്കെ വരും. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇവിടെ ആസ്ക് ചെയ്യുന്നത് 3,30,000. 3,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 വണ്ടി ഒരേ പ്രൈസിൽ കിട്ടും. നല്ലൊരു പ്രൊഫൈലാണ്, 3 lakh വരെ ഫിനാൻസ് കിട്ടും. 30,000 രൂപ മതി അല്ലേ? ഓക്കെ, നല്ല ബാങ്കൊക്കെ, അതായത് നിങ്ങൾ ഉടായ്പല്ലാന്ന് ബാങ്കുകാർക്ക് പോകുന്നതാണെങ്കിൽ 3,30,000 രൂപ വരെ, അല്ല 3 ലക്ഷം വരെ കിട്ടും. 2.5 കൺഫേം ആണ്, ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും ഈ 2 ഏത് വേണമെങ്കിലും ഒന്ന് KS കാർസിലേക്ക് കോൺടാക്ട് ചെയ്തോ, വേറെ ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ വീഡിയോയുടെ മേലെ നമ്പർ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് 2 ലിങ്ക് കിട്ടും. ഒന്നിൽ നമ്മൾ മൊത്തം കാറ്റലോഗ് ഉണ്ടാവും, എല്ലാ വണ്ടിയും പുതിയ വരുന്ന വണ്ടികളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നോക്കും. രണ്ടാമത്തെ ലിങ്കിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ അത് വളരെ എളുപ്പമാണ് കേട്ടോ, കോൺടാക്ട് ചെയ്യാനും ഈ വണ്ടികളുടെ ഡീറ്റെയിൽ കൂടുതൽ ഞാൻ കാണിച്ചതിൽ കൂടുതൽ അറിയണമെങ്കിലൊക്കെ വളരെ എളുപ്പമാണ്. ഒന്ന് നോക്കിയാൽ മതി. നല്ലൊരു പോളോ ഡീസലും കൂടി കാണിച്ചു തരാം കേട്ടോ. ഈ പോളോ നല്ല വൃത്തിയുണ്ടല്ലോ. ഏതാ മോഡൽ? 2011 മോഡൽ കംഫർട്ട് ലൈൻ. 11 ആണോ ഇത്? ഓ, ഇത് നല്ലോണം വൃത്തിയാക്കി കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നല്ലോ. ഇത് ശരിക്കും ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതാ അല്ലേ? പക്ഷേ ഈ ബോഡിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്തോ റീപെയിന്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, 2011 എത്ര ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടി? ഇത് 1.30 അല്ലേ? അതിൻ്റെയൊക്കെ നമുക്ക് ഈസ്റ്ററൊക്കെ കിട്ടുമോ? സാധ്യത കുറവാണ് അല്ലേ? അതായത് മീറ്ററിൽ കാണിക്കുന്ന കിലോമീറ്ററാണ് പറയുന്നത്. വന്നിട്ട് നല്ലോണം ചെക്ക് ചെയ്യുക. ഫോഴ്സ് വാഗനാണ്, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ? ഡീസൽ താല്പര്യം എടുക്കും, അത്യാവശ്യം മെയിൻ്റെനൻസ് വരുന്നതാണ്. അതെ. പിന്നെ അലോയ് വീൽസ് ഒന്നും ഇല്ല. ടയർ ഭാഗങ്ങൾ അത്യാവശ്യം 80% ഉണ്ട്. കംഫർട്ട് ലൈനാണ്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ വരും. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. എന്താ പ്രൈസ്? ഇതോടെ ആസ്ക് ചെയ്യുന്നത് 2,60,000. 260. ഡീസൽ ഫിനാൻസും കൊടുക്കാം. 1.5 കിട്ടും അല്ലേ? ഏകദേശം 1,10,000 കാണണം. ഡീസൽ വണ്ടി പോളോ, ഹെവി മൈലേജ് 1.2 അല്ലേ ഇത് വരിക? 1.2 ലിറ്റർ വണ്ടി കിട്ടും, 20 മൈലേജും. സെയിം സാധനം ഒരു പെട്രോൾ വണ്ടി കൂടി കാണിച്ചു തരാം. ഏതാ മോഡൽ? മെയിൻ്റനൻസ് ഇത് കുറവായിരിക്കും, പെട്രോൾ ആകുമ്പോൾ മൈലേജും കുറവായിരിക്കും. ഇത് ഏതാ മോഡൽ? ഇത് 2010 മോഡൽ സിംഗിൾ ഓണർ ആണ്. ഓ, ഇത് 10 വണ്ടിയാ അല്ലേ? ഇത് ന്യൂ ഷേപ്പ് ആക്കിയതാ അല്ലേ? അല്ല, അത് ഷേപ്പ് തന്നെ. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഭംഗി തോന്നുന്നുണ്ട് വണ്ടി. കുറച്ച് കൂളിംഗ് ഒക്കെ എടുപ്പിച്ച വണ്ടിയാണ്. ഫുള്ള് കംപ്ലീറ്റ് വർക്ക്, സസ്പെൻഷൻ കാര്യങ്ങൾ, സ്റ്റെയറിംഗ് ബോക്സ് ഒക്കെ വർക്ക് എടുപ്പിച്ച വണ്ടി. റിപ്പയർസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതും കൂടെ ആസ്കിന് 2,60,000 2.60 വരെ ഫിനാൻസ് കൊടുക്കാം. 1.5 വരെ ഫിനാൻസും കിട്ടും. പിന്നെ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ചാവി കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബേസിക്കലി വരുന്ന എല്ലാം തന്നെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും 2010 മോഡൽ പോളോ പെട്രോൾ വേണ്ടവർ നവംബർ ഡിസംബർ വണ്ടിയാണ്. ഓക്കെ, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു കിഡ് ഏതാ? ഇത് 2017 മോഡലാണ്. 17 RXT ഓപ്ഷൻ, ഓപ്ഷൻ അന്ന് ഇറങ്ങിയാലേ ടോപ്പ് വണ്ടി. എയർ ബാഗ് വരെ ഉണ്ടാവും. അതെ. പിന്നെ മാത്രമല്ല കമ്പനി ഫിറ്റഡ് ആയിട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ, ടച്ച് സ്ക്രീൻ വരും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 800 cc ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഓടിയതോ? 83,000 കിലോമീറ്റർ, 3ാമത്തെ ഓണർഷിപ്പ്. 83,000 3ാമത്തെ ഓണർഷിപ്പാണ്. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഒരു റീപ്ലേസ് ഇല്ലെന്ന് ഉറപ്പല്ലേ? ഗ്യാരണ്ടി അല്ലേ? കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളുക. കിലോമീറ്ററിൻ്റെ കാര്യം മാത്രം ഗ്യാരണ്ടി പറയില്ല, ബാക്കിയൊക്കെ ഗ്യാരണ്ടിയാണ്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്മെൻറ്റ്, ഫ്ലഡ് അതൊന്നും ഉണ്ടാവില്ല. എല്ലാം വർക്കിംഗും ആണല്ലോ അല്ലേ? ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? 2,30,000 2.30. നമുക്ക് 2 lakh ഫിനാൻസ് കൊടുക്കട്ടോ. ഓക്കെ, 2,30,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. 2 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. വെറും 30,000 രൂപ കൊണ്ട് പോരെ. അപ്പോൾ എന്തായാലും KS കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം മോഡലുള്ള വണ്ടി, വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി, ഡാറ്റ്സൻ്റെ ഗോയാണ്. ഗോ ഏതാ മോഡൽ? 2014 മോഡലാണ്. 14 ടി ആണ് ഓപ്ഷൻ വരുന്നത്. ടി അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഡോർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരില്ല. ഓക്കെ, പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അത്യാവശ്യം എന്താ പറയുക, മൊത്തത്തിൽ നിങ്ങൾക്ക് എടുത്ത് വളരെ ലോ ബഡ്ജറ്റിൽ
വളരെ നീറ്റായിട്ട് അത്യാവശ്യം മൈലേജോട് കൂടി ഒരു 15-16 മൈലേജോട് കൂടി ഏതാ സർവീസൊക്കെ നിസാനിലാണ് വരിക. നിസാനിൽ, അതെ നിസാനിലാണ് നിസ്സാര പൈസയേ ഉള്ളൂ, അതും കൂടി ഉണ്ട്. പിന്നെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ? എന്താ റേറ്റ് വരുന്നത്? 1,85,000. 1,85,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്ലീൻ ഒരു വണ്ടി നിങ്ങൾക്ക് ഉണ്ടാവും. അതും 14 മോഡൽ, പേപ്പറൊക്കെ 28 വരെ പേപ്പറും ഉണ്ടാവും, 29 വരെ ഉണ്ടാവും. ഒന്നും പേടിക്കണ്ട, എടുത്ത് ഉപയോഗിക്കാം. 1.5 ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കും. 1.5 ഫിനാൻസ് കിട്ടും. ഒരു 35 രൂപ കാണണല്ലേ? 35,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ട് പോവാം. നെഗോഷ്യബിൾ ഉണ്ടാവും, ഒന്നും കൂടി കുറഞ്ഞു കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എല്ലാ വണ്ടിക്കും നെഗോഷ്യബിൾ ആണ്, ഒരു കടുംപിടുത്തവും ഇല്ല. നിങ്ങൾ വരിക, നിങ്ങൾക്കൊരു വണ്ടി കൊടുത്ത് വിടാൻ വേണ്ടുന്ന എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യും. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. ലോൺ കയറുന്നതാണ് മാക്സിമം ലോൺ കയറ്റി തരും. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്തായാലും KS കാർസിൽ ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. കുറേ വണ്ടികൾ കാണിച്ചു, അടുത്ത എപ്പിസോഡിലേക്കും കുറച്ച് വണ്ടികൾ വേണമല്ലോ. എന്നാലും ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയിൽ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. മൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും